ഐ കൺട്രി. നിർത്താ ഉണ്ണി, കുറെ നേരമായി സാഹിബിന്റെ ഭാഷ പഠിക്കണു. ഇനി മാതൃഭാഷകൾ പഠിച്ചോളൂ. നോബല് ഒരു പഠിക്കണ്ടേ അല്ലേ പാച്ച? അന്ന് എനിക്ക് മലയാളം ഇതുവരെ കിട്ടിയിട്ടില്ല അച്ഛ. പിന്നെ എങ്ങനെ മലയാളം വായിക്കാം? മോനെ എന്താ ഇത് കേൾക്കണത് പാച്ച? നമുക്കിപ്പൊ തന്നെ പട്ടണത്തിൽ പോയി ഉണ്ടെങ്കിൽ മലയാള പുസ്തകം വായിക്കണം. ശരി തിരുമേനി, ഇപ്പൊ തന്നെ വായിക്കാം. ജീവ അമ്മ പുസ്തകം കാണാനില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ തിരുമേനി? ഇതേയൊരു പുസ്തകടോ കടക്കാരാ, 7ാം ക്ലാസ്സിൽ ഒരു മലയാള പുസ്തകം തന്നോളൂ. ഏഴാം ക്ലാസ്സിലെ പുസ്തകം കഴിഞ്ഞല്ലോ തിരുമേനി. അത് തീർന്നു. ഇപ്പൊ മോൻ എന്താ ചെയ്യാ? ഇവനിപ്പം 3ാം ക്ലാസ്സിലെ 4ാം ഉള്ളൂ. 3ലെയും 4ലെയും ഉണ്ട് അല്ലേ? അത് രണ്ടും ഓരോന്നും തരാം. അന്ന് തിരുമേനിക്ക് 7 പുസ്തകങ്ങൾ വേണ്ടേ? ഇതുകൊണ്ടോട്ട് എന്താ കാര്യം? ചുമ്മൻ. എടാ 3ഉം 4ഉം കൂട്ടിയാത്രയാ 7 അല്ലേ? ഉണ്ട് 2 പുസ്തകങ്ങൾ വേണ്ടി. അപ്പൊ 7ാം ക്ലാസ്സിലെ പുസ്തകാവിലെ വിധി ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് കുഞ്ഞുണ്ണി ആശാന്റെ കവിത. പൂച്ച 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 നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വച്ച പാത്ത വൃത്തിയാക്കി വച്ച പൂച്ച, വടകര വളപ്പിച്ചത 60 തെങ്ങുണ്ട്, 60 തെങ്ങിന് 60 പുത്തുണ്ട്, 60 പുത്തിൽ 60 അത്തുണ്ടെന്ന നത്തിന് കണ്ടെത്തുക. ആ വരുന്നതാന, ഈ വരുന്നത് ഈച്ച, ആനക്കില്ലോ വേടി, ഈച്ചക്കില്ലോ വേടി, രണ്ടിനുമില്ലോ വേടി. വായിച്ചാലും മലരും വായിച്ചില്ലെങ്കിൽ മലരും, വായിച്ചു വളർന്ന വിളയും വിളയും, വായിച്ചാണ്ട് വളർന്ന വളയും. മിഠായി തിന്നാൻ നല്ല ഇഷ്ടമായി, തിന്നു കഴിഞ്ഞപ്പോ കഷ്ടമായി. അമ്മ പറഞ്ഞൊരു കഥയാണ്, അൻപോട് കേൾക്കാൻ രസമാണ്. അവിടെയും ഇവിടെയും ഓടി നടക്കും അണ്ണാൻ കൊന്നൽ കഥയാണ്. പണ്ടൊരു നാളിൽ ശ്രീരാമൻ വലിയൊരു കാര്യം ചെയ്തപ്പോൾ ഇത്തരയുള്ളൊരു അണ്ണാൻ കുഞ്ഞി ഉരുണ്ട് കളിക്കുന്നു, മണ്ണിലുരുണ്ട് കളിക്കുന്നു. എന്തേ വികൃതികൾ കാട്ടുന്നു? രാമൻ തഴകി ചോദിച്ചു. മണ്ണ് ചുമക്കും പണിയുണ്ട്, ചെറിയുടെ പണിയിൽ പങ്കുണ്ട്, പണിയിൽ പങ്കുണ്ട്. അരികിൽ വിളച്ചു ശ്രീരാമൻ, അരുമയിൽ വാരിയെടുത്തട്ട് അണ്ണാൻ കുഞ്ഞിൽ പൂമേലി. അരികട് രാമൻ തഴകിപ്പോയി. കുട്ടികൾ നമ്മൾ വലിയവരായ നല്ലതിനൊക്കെ ചേർന്നേടിൽ നമ്മുടെ ഈശ്വരൻ നമ്മളെ കൊടുത്തുണ്ടാ.
പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം ത്വാം അനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ നമോസ്തു വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപഃ പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സസുതൈർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാരനീലോത്പല ശല്യഗ്രാഹവതി കൃപേണ വഹനീ കർണേന വേലാകുല. അശ്വത്ഥാമ വികർണഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈരണനദി കൈവത്തക കേശവ. പാരാശര്യവചഃ സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷട്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാദ് ഭാരത പങ്കജം കലിമലഃ പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈः സാംഗപദക്രമോപനിഷദേ ഗായന്ത്രിയം സാമഗാ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്ത്രിയം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണ. ദേവായ തസ്മൈ നമഃ ദേവായ തസ്മൈ നമഃ ദേവായ തസ്മൈ. പറയാൻ പോകുന്നത് ആർക്കിമിഡിസ് പ്രിൻസിപ്പളിനെ പറ്റിയാണ്. ഇതാണ് ആർക്കിമിഡിസ് പ്രിൻസിപ്പൾ. ബോഡി immersed in a fluid, the loss of weight of the body in the fluid is equal to the weight of the fluid displaced by the body. അതായത് ഒരു കല്ല് വെള്ളത്തിലിട്ടാൽ അതിൻ്റെ വെയിറ്റ് കുറയും. ആ കുറഞ്ഞ വെയിറ്റും അത് വയ്ക്കുമ്പോൾ നീങ്ങി നിൽക്കുന്ന വെള്ളത്തിൻ്റെ വെയിറ്റും ഒന്നായിരിക്കും. ഇതാണ് ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ. വെള്ളത്തിലെ കല്ലിൻ്റെ ഭാരം നഷ്ടപ്പെടുമെന്ന് ഉള്ളൊരു കാര്യം കാണിക്കാനുള്ളൊരു പരീക്ഷണമാണിത്. ഈ രണ്ട് കല്ലിന് ഏകദേശം ഒരേ വെയിറ്റ് ആണ്. അതുകൊണ്ട് ഈ റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ വെള്ളം എടുത്തു. ഇത് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. വെള്ളത്തിലിരിക്കുമ്പോൾ ഇത് പൊങ്ങി പൊങ്ങി പോകുന്നുണ്ട്. നല്ല ഭാരം കുറഞ്ഞിട്ടുണ്ട് ഈ കല്ലിന്. ഇത് നമുക്കിത് വിട്ടിട്ട് നോക്കാം. ഇപ്പൊ തുല്യഭാരമായി. ഈ കല്ല് വെള്ളത്തിലായിരുന്നപ്പോൾ ഇതിന്റെ വെയിറ്റ് കുറഞ്ഞു. അതുകൊണ്ട് ഇത് പൊങ്ങിയും പോയി. ഇപ്പുറത്തെ കല്ല് താഴ്ന്നു. അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു ബോഡി വെള്ളത്തിലിട്ടാൽ അതിന്റെ വെയിറ്റ് കുറയും. പിന്നെ ആർക്കിമിഡിസ് പ്രിൻസിപ്പിളാണ് ട്രൈ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഇതിൽ വെള്ളം എടുത്തിട്ട്, ഇത് സാധാ വെള്ളമാണ്. ഇതിൽ ഫാബ്രിക് പെയിന്റ് കലക്കിയതാണ്. ഇപ്പൊ അതേ വെള്ളത്തിന്റെ അളവില് നിങ്ങൾക്ക് കാണാം മാർക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലിട്ട് നോക്കാം. കല്ലിടുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഇത് ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിന്റെ അളവാണ്.
കല്ലിന് നഷ്ടപ്പെട്ട ഭാരവും ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിന്റെ ഭാരവും ഒന്നായിരിക്കും. ഇതാണ് ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ 6 കിലോ ഉള്ളൊരു കല്ല് വെള്ളത്തിൽ ഇറക്കി വച്ചപ്പോൾ അതിനെ 4 കിലോയായി കാണിച്ചു. 2 കിലോ കുറഞ്ഞു. അതിൽ നിന്ന് പുറത്തേക്ക് പോയ വെള്ളം തൂക്കി നോക്കിയപ്പോൾ അത് 2 കിലോ ആണെന്ന് കാണിച്ചു. അപ്പോൾ കല്ലിന് നഷ്ടപ്പെട്ട ഭാരവും പുറത്തേക്ക് പോയ വെള്ളത്തിൻ്റെ ഭാരവും തുല്യമാണ്. ഹലോ, ഞാൻ ലക്ഷ്യപ്രിയ സി വാര്യർ, പൈങ്കളങ്ങരവാര്യർ, മൻകിപ്പിളി. ഭൗതികം 2021 ഒരു എക്സ്പെരിമെന്റ് അവതരിപ്പിക്കാൻ പോവാണ്. ഫസ്റ്റ് എക്സ്പെരിമെന്റിലേക്ക് നമുക്ക് കടക്കാം. നമ്മളിപ്പോൾ കണ്ട വീഡിയോ ലാമിനാർ ഫ്ലോനെ ബേസ് ചെയ്തിട്ടാണ്. ലാമിനാർ ഫ്ലോ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ സ്ട്രീം ലൈൻ ഫ്ലോ എന്താണ്. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫ്ലൂയിഡ് ഒഴുകുമ്പോൾ അതിൻ്റെ ഓരോ പാർട്ടിക്കിളും സെയിം വെലോസിറ്റിയിലാണ് ഒഴുകുന്നതെങ്കിൽ അത് ഒരു സെയിം എല്ലാ പാർട്ടിക്കിളും സെയിം പാത്തിൽ കൂടി സ്റ്റഡി ആയിട്ട് പോകും. അതിനെയാണ് നമ്മൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലാമിനാർ ഫ്ലോ കാണിക്കാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടി ഞാൻ വെള്ളം നിറച്ചൊരു ബലൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റിൻ്റെ 4 വശവും ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു സൂചി വെച്ച് അത് കുത്തുകയാണ്. അപ്പോൾ വെള്ളം ഒഴുകണ അതാണ് ലാമിനാർ ഫ്ലോയിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, ലാമിനാർ ഫ്ലോ പോലെ തന്നെ സ്റ്റഡി ആയിട്ട് തന്നെയാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത്. ആ വെള്ളം വരുന്ന ആ പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലാമിനാർ ഫ്ലോയുടെ പൊട്ടൻഷ്യൽ കാണാൻ പറ്റും. അത് ഒഴുകണ ആ സ്റ്റേറ്റ് പൊസിഷൻ സെയിം ആയിട്ടാണ് ഒഴുകുന്നത്.
കാണാം ബലൂണിന്റെ അകത്ത് പ്രഷർ കുറഞ്ഞപ്പോൾ വാട്ടർ ടർബുലന്റ് ഫ്ലോ ആയിട്ട് ഒഴുകാൻ തുടങ്ങി. നമ്മൾ കാണുന്ന പോലെ തന്നെ പൈപ്പിൽ ഇപ്പൊ കണ്ട പോലെ ഓരോ ഡിഫറെന്റ് ലെയേഴ്സും ഡിഫറെന്റ് വെലോസിറ്റി ആയിട്ട് തെറിച്ച് പോകും. അപ്പൊ നമുക്ക് അടുത്ത എക്സ്പീരിയൻസിലേക്ക് കടക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പ്ലെയിൻ ലിഫ്റ്റ് ചെയ്യണം മുകളിലേക്ക്, അതെന്താണ് കാരണം? പിന്നെ ക്രിക്കറ്റ് ബോളേഴ്സ് പറയും ആ ബോൾ സ്വിങ് ചെയ്തു, സ്വിങ് കൂടിപ്പോയി കുറഞ്ഞു പോയി. സ്വിങ് ചെയ്യാൻ കാരണം എന്താണ്? പിന്നെ ഷീറ്റ് പറന്നു എന്നൊക്കെ പറയും. അതെന്താ കാരണം? ഇതിന്റെ എല്ലാത്തിന്റെയും ശരിക്കും കാരണം ഒന്ന് തന്നെയാണ്, അതാണ് ബെർണോളിസ് തിയറം. ഈ ബെർണോളിസ് തിയറം എന്താന്ന് വെച്ചാൽ ഒരു ഫ്ലൂയിഡിന്റെ ടോട്ടൽ എനർജി ഏതൊരു പോയിന്റിലും കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് വെച്ചാൽ ഒരു കാറ്റടിക്കുമ്പോൾ ഷീറ്റിന്റെ മുകളില് പ്രഷർ കുറയും, വെലോസിറ്റി അവിടെ കൂടും. അപ്പൊ ഷീറ്റിന്റെ താഴെ പ്രഷർ കൂടുതലായിരിക്കും, അപ്പൊ വെലോസിറ്റി അവിടെ കുറവായിരിക്കും. അപ്പൊ ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്ക് കാറ്റ് അടിച്ചു പോകുമ്പോൾ ഈ ഷീറ്റും അതിന്റെ കൂടെ പറന്നു പോകും. അതാണ് നമ്മൾ ഷീറ്റ് പറന്നു പോവാന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെന്റിലേക്ക് കണ്ടു. അപ്പൊ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് ഫിൽഡ് വിത്ത് വാട്ടർ, പിന്നെ ഒരു സ്ട്രോ കട്ട് ചെയ്തേക്കുന്നത്, പിന്നെ അതിന്റെ ബാക്കി. അപ്പൊ ഞാനിത് ഊതാൻ പോവാണ്. അപ്പൊ അതിലെന്താ സംഭവിക്കാൻ നോക്കുക. നമ്മൾ സ്പ്രേ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഇപ്പൊ കണ്ടു. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇവിടെ ഊതി, അപ്പൊ കാറ്റിന്റെ സ്പീഡ് ഇവിടെ കൂടി, അപ്പൊ ലോ പ്രഷർ ഏരിയയിൽ. അപ്പൊ ഹൈ പ്രഷറിലുള്ള ഈ വാട്ടർ റഷ് ചെയ്ത് വരികയാണ് ലോ പ്രഷർ ഏരിയക്ക്. അതാണ് ഇങ്ങനെ വാട്ടർ സ്പ്രേ ചെയ്ത് നന്നായിട്ട് പോണത്. അതാണ് നമ്മൾ ഇപ്പോ സ്ട്രോ വലിച്ച് കുടിക്കൂലേ, അപ്പൊ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ കുടിക്കുമ്പോൾ ഈ സ്ട്രോയുടെ ഉള്ളില് വാക്യൂം ആവും, അവിടെ ലോ പ്രഷർ ഏരിയ ആവും. അപ്പോൾ ഹൈ പ്രഷറിലുള്ള വാട്ടർ റഷ് ചെയ്ത് വരുന്ന നമുക്ക് കുടിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഞാൻ ഊതിയപ്പോ ലോ പ്രഷർ ഏരിയ ഇവിടെ, അപ്പോൾ വാട്ടർ റഷ് ചെയ്ത് വന്ന് സ്പ്രേ ആയി. അതുപോലെ തന്നെയാണ് സ്പ്രേയിൽ ഉപയോഗിക്കുന്നത്. അതൊരു ബ്ലോവർ തന്നെയാണ്, അത് കാറ്റ് കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ്. ബെർണോളിസ് തിയറത്തിന്റെ അടുത്ത എക്സാമ്പിളാണ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ 2 ബലൂൺ ഇവിടെ തൂക്കിയിട്ടുണ്ട്. ഞാൻ ഇതിന്റെ നടക്ക് ഊതാൻ പോകും. അപ്പൊ നമ്മളിവിടെ കണ്ടു ബലൂൺ അടുത്തേക്കാണ് വന്നത്, ദൂരേക്കല്ല. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കാറ്റ് ഊതിയപ്പോ ഇത് ലോ പ്രഷർ ഏരിയ, കാറ്റിന്റെ സ്പീഡ് കൂടി. അപ്പൊ ഹൈ പ്രഷർ ഏരിയ ഉള്ള കാറ്റ് ഈ ബലൂണിനെ ലോ പ്രഷർ ഏരിയയിലേക്ക് തള്ളിവിട്ടു. അതാണ് ബെർണോളിസ് തിയറം. അത് തന്നെ ഇവിടെ കാണിച്ചത്. അപ്പൊ എക്സ്പെരിമെന്റ് കണ്ട എല്ലാവർക്കും താങ്ക് യു. ഓരോ സമയത്ത് ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ വെച്ച് അപ്പം തോന്നുന്ന ഒരു ആശയത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എടുത്ത കുറേ സാധനങ്ങളാണ്. സിമെൻറ്റും
കമ്പിയും വച്ചിട്ട് ഒരു കമ്പിയുടെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൽ സിമെൻറ്റ് തേച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. ഏതാണ്ട് ഒരു മാസ്റ്റർ കൊടുത്ത് ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. ഇതിന് ചെറിയൊരു സങ്കല്പവും കൂടി മനസ്സിൽ വെച്ചാണ് ഉണ്ടാക്കിയത്. അർജുനൻ ശിവനെ തപസ് ചെയ്യുന്നതിനായിട്ട് കൈലാസ താഴ്വരയിൽ ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ച അർജുനനെ അത്ഭുതപ്പെടുത്തി. പെൺപുലികളുടെ പാല് മാൻകുട്ടികൾ കുടിക്കുന്നു. സിംഹത്തിൻ്റെ പല്ല് ആനക്കുട്ടികൾ വലിച്ചു കളിക്കുന്നു. താമരവളയം പോലെ വലിച്ചു കളിക്കുന്നു. ഹോമകുണ്ടത്തിൽപ്പെട്ട ശലഭങ്ങൾ യാതൊന്നും സംഭവിക്കാതെ തിരിച്ച് പറന്നു പോകുന്നു. ഇവിടെ ശത്രുതാ മനോഭാവം വെടിഞ്ഞ് എല്ലാവരും നിൽക്കുന്നു. ഇത് തപസ്സിന് പറ്റിയ സ്ഥലം തന്നെ എന്ന് അർജുനൻ തീരുമാനിക്കുന്നു. അപ്പം ഇങ്ങനൊരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു മാനായിട്ടാണ് ഇതിൻ്റെ ഒരു സങ്കല്പം. ഭംഗീഴം കണ്ഠം തിരിച്ചുത്സാഹമായി വർഗശത്രുവാം ശാർദൂലിയെ മിത്രമായി കരുതി പേടിയകന്ന് കനകമൃഗം നോക്കുന്നിതാ കൈലാസത്താഴ്വാരത്തിൽ കൈലാസനാഥൻ അനുഗ്രഹം നേടി ശത്രുതയകന്നു വിലസുന്നു പ്രജകളും. നമസ്കാരം. ബേസിക് ലിറ്ററസിറ്റിയെ കുറിച്ച് അല്പം കാര്യങ്ങളാണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത്. ഇത് അതിനുവേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റഡി കിറ്റാണ്. ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. 230 വോൾട്ടിനെ 12 വോൾട്ടാക്കി മാറ്റും. അത് ഇവിടെ കിട്ടും. ഒരു കോയിലാണ്. ചെമ്പ് കമ്പി PVC പൈപ്പുമ്മ ചുറ്റി വെച്ചിരിക്കുന്നതാണ്. ഇത് കണക്ഷൻ കൊടുക്കുന്നതിനായി 2 പോയിന്റ് വെച്ചിട്ടുണ്ട്. ഇത് ഇരുമ്പ് കമ്പിയുമ കോപ്പർ വയറ് ചുറ്റിയിരിക്കുന്നതാണ്. അതിൻ്റെ അറ്റത്ത് ഒരു LED കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 12 വോൾട്ട് AC കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിലേക്ക് കയറ്റാണ്. അപ്പോൾ ഇതിലൊരു മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ ഈ ബൾബ് കത്തും. ഇത് AC DC ആക്കുന്ന ഒരു സാധനമാണ്. ഇവിടുന്ന് ചെല്ലുന്ന AC ഇവിടെ DC ആക്കി പുറപ്പെടുവിക്കും. DC വോൾട്ടേജ് കപ്പാസിറ്ററിലോട്ട് കൊടുക്കാൻ പോവാണ്. കപ്പാസിറ്ററിൽ ചാർജ് സ്റ്റോർ ചെയ്തു. ഷോർട്ട് ചെയ്യുമ്പോൾ അത് ഡിസ്ചാർജ് ചെയ്യും. അതാണ് ആ സ്പാർക്ക് കാണുന്നത്. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇതൊരു കോയിലാണ്. കോറിൽ ചുറ്റിയിട്ടുണ്ട്. കണക്ഷൻ കൊടുക്കാൻ ഒരു സംവിധാനമുണ്ട്. ബ്രഷ് വെച്ചാണ് കണക്ഷൻ കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു മാഗ്നറ്റുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തേക്കാണ് കോയിൽ ഇറക്കി വയ്ക്കുന്നത്. ഇത് കറക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്ത് ഈ കോയിലിൽ വോൾട്ടേജ് ഉണ്ടാകുന്നു. ഇനി നമുക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. മോട്ടറിൻ്റെ ടെർമിനലിൽ ഒരു LED കണക്റ്റ് ചെയ്തിട്ടുണ്ട്. മോട്ടർ കറക്കുമ്പോൾ കോയിലിൽ വോൾട്ടേജ് ഉണ്ടാകുന്നത് മൂലം LED കത്തുന്നു. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇത് മൈക്കൽ ഫാരഡേ ആണ് കണ്ടുപിടിച്ചത്. അടുത്തത് റെസിസ്റ്ററിൻ്റെ പാരലൽ കോമ്പിനേഷനെയും സീരീസ് കോമ്പിനേഷനെയും പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇവിടെ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ 1 കിലോ ഓം ആണ്. ഇത് സീരീസ് കോമ്പിനേഷൻ ആണ്. ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R1 + R2 ആണ്. ഇവിടെ
2 കിലോ ഓം. ഇത് പാരലൽ കോമ്പിനേഷൻ ആണ്. ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/R = 1/R1 + 1/R2 + 1/R3. ഇവിടെ 1/3 0.3 കിലോ ഓം. കുട്ടപ്പന്റെ കാലൻകുട. ഇത്തവണ ഇടവപ്പാതി നല്ല തിമിർത്ത് പെയ്യുന്നുണ്ട്. കുട്ടപ്പൻ തന്റെ കാലൻകുട നിവർത്തിപ്പിടിച്ചാണ് ബസ് സ്റ്റോപ്പിൽ നിൽപ്പ്. മഴയായതുകൊണ്ടാവണം തിരക്ക് അല്പം കൂടുതലാണ്. കുട്ടപ്പൻ നായർക്ക് അടുത്ത ബസ്സിൽ കയറണമെന്നുണ്ട്. പക്ഷേ ബസ്സിലെല്ലാം വല്ലാത്ത തിരക്കാണ്. കാൽ കുത്താൻ സ്ഥലമില്ല. മാത്രമല്ല മഴ കൂടി വരുന്നുണ്ട്. ബസ്സിലേക്ക് എങ്ങനെയെങ്കിലും കയറാമെന്ന് വെച്ചാൽ കാറ്റടിച്ച് ഷർട്ടും മുണ്ടും മാത്രമല്ല കക്ഷത്തിൽ വെച്ച ബാഗും നനയും. കുട്ടപ്പൻ നായർ നോക്കുമ്പോൾ ദേ വരുന്നു ഒരു ബസ്. അത്യാവശ്യം തിരക്ക് കുറവുണ്ട്. ഓടിച്ചെന്ന് കയറാമെന്ന് കരുതിയപ്പോഴേക്കും ബസ് ചീറിപ്പാഞ്ഞ് 100 മീറ്റർ അപ്പുറം കൊണ്ടങ്ങ് നിർത്തി. അത്രയും ദൂരം ഓടാൻ മടിയാണ്. പോരാത്തതിന് മഴയും. കുട്ടപ്പൻ നായർ ശ്രമം ഉപേക്ഷിച്ചു. ധൃതി പിടിക്കണ്ട, ഇനിയും 3-4 ബസ് വരാനുണ്ട്. അതും കുറച്ച് താമസമുണ്ട്. സമയം 5 ആയുള്ളൂ. നായർ തന്റെ കയ്യിലെ കുടയും മടക്കി വെച്ച് സ്റ്റോപ്പിനടുത്തുള്ള ഷെഡിലിരുന്നു. 2-3 ബസ്സുകൾ പിന്നെയും പോയി. എന്താണിത്ര തിരക്ക്? ഒന്നിലും കയറാൻ പറ്റിയില്ല. ഇനി വരാനുള്ളത് അവസാനത്തെ സോർബ ബസ്സാണ്. അതൂടെ പോയാൽ ഇനി 10:30 ബസ്സുള്ളൂ. വീടെത്താൻ പാതിരാത്രിയാവും. കുട്ടപ്പൻ നായർ തന്റെ കയ്യിലെ 30 വർഷം പഴക്കമുള്ള ടൈറ്റൻ വാച്ച് നോക്കി. സമയം ഇരുട്ടാറായി. സോർബ ബസ് ഇപ്പൊ വരും. പയ്യെ ഷെഡിൽ നിന്ന് എണീറ്റ് തന്റെ ബാഗും കക്ഷത്തിൽ വെച്ച് കയ്യിലെ കാലൻ കൂടെ തുറന്നു. വലിയ കഷ്ടപ്പാടാണ് തുറക്കാനും അടയ്ക്കാനും. അതെങ്ങനാ? നല്ല പഴക്കമുണ്ട്. കുട്ടപ്പൻ നായരുടെ മൂത്ത മോന്റെ കല്യാണത്തിന് മേടിച്ചതാണ്. ഇപ്പം ഒരു 10-25 കൊല്ലമായി കാണും. പതിവിലും വൈകി. ഇനി ബസ്സിന് വരില്ലേ? കുട നിവർത്തുന്ന തക്കത്തിന് പോയോ? ഇതെല്ലാം ചിന്തിച്ച് വടക്കോട്ട് നോക്കി മഴയത്ത് കുട പിടിച്ചു നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ദാ വരണു സോർബ ബസ്. ഇതിലെന്തായാലും കയറണം. തിരക്ക് നോക്കി നിന്ന വീട്ടിലെത്താൻ പണിയാവും. മഴയാണെങ്കിൽ വാശിക്കാണ്. കുട്ടപ്പൻ നായരോ ഞാനോ എന്ന മട്ടിലാണ് മഴ. ബസ് അടുത്തെത്തിയപ്പോഴേക്കും ധൃതിയായി ബസ്സിൽ കയറാൻ. മുണ്ടൊക്കെ അടുക്കി പിടിച്ച് കയറാൻ റെഡി. ബസ് നിർത്തിയെന്ന് കരുതി അടുത്തെത്തിയപ്പോഴേക്കും ദേ പോണു ബസ് പിന്നെ. ഒരു 100 മീറ്റർ അകലെ കൊണ്ടങ്ങ് നിർത്തി. കുട്ടപ്പൻ തന്റെ വയസ്സായ 1.25 വെച്ച് അടുത്തെത്തിയപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാം ബസ്സിൽ കയറി കഴിഞ്ഞു. കുട്ടപ്പൻ നായർ എത്തി. നോക്കിയപ്പോൾ കുട്ടപ്പൻ നായരുടെ 2 കാലിനുള്ള സ്ഥലമേ ഉള്ളൂ. ഒന്നും നോക്കിയില്ല. പ്രായം മറന്ന് ചാടി അങ്ങ് കയറി. വലത്തെ കൈ ബസിന്റെ സൈഡിലെ കമ്പിയിൽ പിടുത്തം കിട്ടി. ഇടത്തെ കൈ അകത്തെത്തിക്കാൻ നോക്കിയപ്പോഴാണ് അക്കിടി മനസ്സിലായത് തന്റെ കുട മടക്കിയിട്ടില്ല. കുടയുടെ ഒരു ഭാഗം ഡോറിന് പുറത്താണ്. പുറത്തെ വെള്ളം കൂടി അകത്തേക്ക് തെറിപ്പിച്ചിട്ട് ആൾക്കാർ തെറിവിളി തുടങ്ങി. കുട്ടപ്പൻ ഒരു കൈയിൽ കമ്പിയും മറു കൈയിൽ കുടയും മുറുക്കി അങ്ങ് പിടിച്ചു. കുടയിലാണെങ്കിൽ കാറ്റടിക്കുന്നുണ്ട്. അധിക ദൂരം ഈ നിൽപ്പ് പറ്റില്ലെന്ന് നായർക്ക് മനസ്സിലായി. 10-15 സ്റ്റോപ്പ് കഴിഞ്ഞാലേ കുട്ടപ്പൻ നായരുടെ സ്ഥലമാവും. കുട എങ്ങനെയെങ്കിലും മടക്കണം എന്നായി ചിന്ത. വണ്ടി അടുത്ത സ്റ്റോപ്പിൽ നിന്നു. നിന്നതും മുകളിൽ നിന്ന് ഉരുളു പൊട്ടണ മാതിരി ആളുകൾ ഉരുണ്ടുവരുന്നു. ചിന്തിക്കാൻ സമയം കിട്ടിയില്ല. കുട്ടപ്പൻ നായർ ദേ താഴെ എത്തി. ഹോ, എന്തൊരാശ്വാസം! എന്തായാലും താഴെ എത്തി. ഇനി ആ കുടയങ്ങ് മടക്കാം. നീട്ടിയൊരു ശ്വാസമെടുത്ത് തന്റെ ബാഗ് കക്ഷത്തിൽ വെച്ച് കുട കഷ്ടപ്പെട്ട് മടക്കി ചുരുട്ടി കെട്ടി വള്ളിയുടെ അറ്റത്തെ ക്ലിപ്പിട്ടു. ബസ്സിൽ കയറാൻ നോക്കിയതും ദാണ്ടെ ബസ് നിൽക്കണു അടുത്ത സ്റ്റോപ്പില്.
നമസ്കരിച്ച് ഐങ്കരനാർ പിള്ളയ്ക്കുடைய കനികൾ മറ്റും പലതരം അലങ്കരിച്ചും ഗുണവയരുടെ ദേവാ ഗുണമിട പിള്ളയാർ ഭൗതികശാസ്ത്രത്തിൻ്റെ ഒരു ഭംഗി നോക്കാം. നൂതന സംവിധാനങ്ങളായിട്ടുള്ള മൊബൈൽ കമ്മ്യൂണിക്കേഷൻ വരെ എങ്ങനെ സാധ്യമാക്കുന്നു എന്നതിൻ്റെ ഒരു ദൃശ്യവൽക്കരണം നടത്താനാണ് ശ്രമിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ പല നീളത്തിൽ കുറച്ച് നട്ടുകൾ തൂക്കിയിട്ടുണ്ട്, പേരെഴുതിയിട്ടുണ്ട് ABCDEG. ഈ നട്ടുകളുടെ ഇതിൻ്റെ ലെങ്ത്ത് ശ്രദ്ധിക്കുക. എയുടെ ലെങ്ത്ത് അല്ല ബിക്കും സിക്കും ജിക്കും ഒരേ ലെങ്ത്താണ്. അത് കഴിഞ്ഞ് ഡിക്കും ഇക്കും ഒരേ ലെങ്ത്താണ്. എക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള വേറൊരു ലെങ്ത്താണ്. ഇതിൽ ഒരു എണ്ണം ഒരു നട്ടിനെ നമ്മൾ പിടിച്ച് ആട്ടി വിട്ട് കഴിഞ്ഞാൽ അത് അതിലൊരു വൈബ്രേഷൻ ഉണ്ടാവും. അതിങ്ങനെ ആടിക്കൊണ്ട് നിൽക്കും. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് വൈബ്രേഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻ ഉണ്ടായി, അതായത് ഇങ്ങേറ്റം വരെ വന്ന് തിരിച്ച് അവിടം വരെ പോകാൻ എത്ര സമയമെടുത്തു, അതാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലെങ്ത്ത് അനുസരിച്ച് അതിനൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ടാവും. ഈ ലെങ്ത്ത് മാറിയാലേ ആ ഫ്രീക്വൻസി മാറുള്ളൂ. ആ ഫ്രീക്വൻസിയാണ് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതായത് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. അത് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ആ സെൻട്രൽ പോയിന്റിൽ നിന്ന് നട്ട് എന്തോരം ഇങ്ങോട്ട് നീങ്ങി, അതാണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൻസ്, ആ സെൻട്രലിൽ നിന്ന് ഇങ്ങോട്ട് നീങ്ങിയ ഡിസ്റ്റൻസാണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ സി എന്ന് പറയുന്ന ഇതിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുകയാണ്. സി എന്ന് വൈബ്രേറ്റ് ചെയ്തു. അപ്പോൾ മുകളിൽ ഇത് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന മുകളിൽ കെട്ടി വെച്ചേക്കുന്ന നൂലിലേക്ക് ആ വൈബ്രേഷൻ പോയിട്ട് അത് എല്ലായിടത്തേക്കും ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുമെങ്കിലും ഇതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി, ഇപ്പോൾ സിക്ക് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. അതേ നാച്ചുറൽ ഫ്രീക്വൻസി വന്നത് ബിക്കും ജിക്കും ആയിരിക്കും. കാരണം ലെങ്ത് അനുസരിച്ചാണല്ലോ നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പോൾ ഈ സിയുടെ അതേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ബിയും ജിയും ആയിരിക്കും കൂടുതൽ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൽ കൂടുതൽ വൈബ്രേഷൻ കിട്ടിയേക്കുന്നത് ഈ സിയുടെ വൈബ്രേഷൻ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിരിക്കുന്നത് ബിക്കും ജിക്കുമാണ്. ഇയും ഡിയും എയൊക്കെ ഒന്ന് അനങ്ങണ്ടേന്നുള്ളൂ. എ ഒട്ടും തന്നെ അനങ്ങണില്ല. അത് ആ നൂല് അനങ്ങണതുകൊണ്ടാണ്. ശരിക്കും വൈബ്രേഷൻ കിട്ടിയിരിക്കുന്നത് ബിക്കും ജിക്കുമാണ്. അതേ ഫ്രീക്വൻസിയിലുള്ള അതേ നാച്ചുറൽ ഫ്രീക്വൻസിയിലുള്ള ബിക്കും ജിക്കുമാണ് വൈബ്രേഷൻ കിട്ടിയിരിക്കുന്നത്. ഇനി ഡി ഒന്ന് ആട്ടിവിട്ട് നോക്കാം. അപ്പം ഡിയിലൊരു വൈബ്രേഷൻ ഉണ്ടാക്കിയപ്പോൾ ആ വൈബ്രേഷൻ കിട്ടുന്നത് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയുള്ള ഇക്കാണ്. അതിന് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു സിസ്റ്റത്തിലേക്ക്, അതായത് ഇപ്പോൾ ഒരെണ്ണത്തിലേക്ക് നമ്മളൊരു പീരിയോഡിക്കൽ ഫോഴ്സ്, അപ്പോൾ നമ്മളൊരു പീരിയോഡിക്കൽ ഫോഴ്സ്, അതായത് ഡി വൈബ്രേറ്റ് ചെയ്യിച്ചു, അപ്പോൾ ഇയിലേക്ക് വൈബ്രേഷൻ കിട്ടി. അതായത് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഒരു പീരിയോഡിക്കൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഈ അപ്ലൈ ചെയ്ത പീരിയോഡിക്കൽ ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയും
സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും സെയിം ആയാൽ അതിൻ്റെ വൈബ്രേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. ഇതിനെയാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. അതായത് അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ പീരിയോഡിക്കൽ ഫോഴ്സിൻ്റെ വൈബ്രേഷനും സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും സെയിം ആയാൽ അതിൻ്റെ വൈബ്രേഷൻ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. അതിനെയാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇവിടുത്തെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡി എന്ന് പറയുന്ന സാധനം നമ്മൾ ഇവിടെ ചാട്ടി വിട്ടു. അപ്പോൾ നമ്മളൊരു പീരിയോഡിക്കൽ ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്തു. ആ പീരിയോഡിക്കൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഈ സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇയുടെ നാച്ചുറൽ ഫ്രീക്വൻസി തന്നെയാണ് ഡിയുടെ ഫ്രീക്വൻസി. അപ്പോൾ അതായത് അവിടെ റെസൊണൻസ് സംഭവിച്ചു. ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വർക്ക് ചെയ്തു. അതാണ് റെസൊണൻസ് എന്ന് പറഞ്ഞത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞേക്കുന്നത് ഒരു ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫ്രീക്വൻസിയിൽ ഒരു വൈബ്രേഷൻ അതിൽ കിട്ടിയപ്പോൾ, അതായത് ഡി വൈബ്രേറ്റ് ചെയ്യിച്ചപ്പോൾ ഇയുടെ വൈബ്രേഷൻ മാക്സിമം ആയിരുന്നു. അതായത് ആ വൈബ്രേഷൻ ക്യാച്ച് ചെയ്തു. അതാണ് ഡിയിൽ വന്ന വൈബ്രേഷൻ മാത്രം ക്യാച്ച് ചെയ്തു. അപ്പോൾ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നത് ഡി എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയിലാണ്, ഡിയുടെ അതേ ഫ്രീക്വൻസിയിലാണ് ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ആ വൈബ്രേഷൻ ക്യാച്ച് ചെയ്തു. ഇതുപോലെയാണ് ഒരു റേഡിയോയിലും സംഭവിക്കുന്നത്. റേഡിയോയിൽ നമ്മൾ അതിലൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ടാണ്, കപ്പാസിറ്ററും ഇൻഡക്ടറും വെച്ചിട്ടൊരു സർക്യൂട്ടുണ്ട്. ആ സർക്യൂട്ടിൽ ഒരു നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യാം. അപ്പോൾ ആ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അന്തരീക്ഷത്തിൽ വരുമ്പോൾ ആ നാച്ചുറൽ ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ മാത്രം ഇത് ക്യാച്ച് ചെയ്യും. ഇതിൻ്റെ കറണ്ട് കൂടുകയും ചെയ്യും. അപ്പോൾ അതിനെ ആംപ്ലിഫൈ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ റേഡിയോ സ്റ്റേഷൻ സെലക്ട് ചെയ്യണത്. ഇങ്ങനെ നമ്മൾ ട്യൂണിങ് മാറ്റാനായിട്ട് തിരിക്കണത് അതിൻ്റെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ ആണ് തിരിക്കണത്. അപ്പോൾ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും മാറും. അങ്ങനെ ആണ് റേഡിയോ ട്യൂണിങ് നടക്കുന്നത്. റേഡിയോ ട്യൂണിങ് മാത്രമല്ല, എല്ലാ കമ്മ്യൂണിക്കേഷനും ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ, റെസൊണൻസ്. അതായത് ആ ഫ്രീക്വൻസിയിൽ ഒരു ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഫ്രീക്വൻസിയിൽ വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ ഇത് ക്യാച്ച് ചെയ്യും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ MRI സ്കാനിൽ റേഡിയോ ട്യൂണിങ്ങൾക്ക് മാത്രമല്ല, MRI സ്കാൻ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മുടെ ശരീരത്തിലെ ഇതുമായിട്ട് റെസൊണൻസ് നോക്കിയിട്ട് അങ്ങനെ ഇമേജിംഗ് സിസ്റ്റം എടുത്തിട്ടാണ് MRI സ്കാനൊക്കെ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാവൽ ഉണ്ണികൃഷ്ണ വാര്യർ. സമസ്ത കേരള വാര്യസമാജം പറവൂർ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഭൗതികം 2021 എന്ന ഓൺലൈൻ പ്രദർശന പരിപാടിയിൽ അതിപുരാതനവും ഏകതന്ത്രിയുമായ വാദ്യമായ കുടുക്കവീണ എന്ന ഉപകരണത്തെ പരിചയപ്പെടുത്തട്ടെ. രാമമംഗലം എന്ന ദേശത്ത് ഉത്ഭവിച്ച ഈ ഉപകരണത്തിൻ്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കി ഇതിനെ പൊതുവേദിയിലേക്ക് എത്തിച്ചത് ശ്രീ തൃക്കാമ്പ്രം കൃഷ്ണൻകുട്ടിമാരാർ, യശശരീരനായ എൻ്റെ ഗുരുനാഥൻ കൂടിയായ തൃക്കാമ്പ്രം കൃഷ്ണൻകുട്ടിമാരാരാണ്. ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ നാളികേരത്തിൻ്റെ ഒരു പകുതി ചിരട്ട, അകം പൊള്ളയാക്കിയ കുടുക്കയുടെ രൂപത്തിലുള്ള ഒരു ഭാഗം,
ഒരു ദണ്ട്, ഒരു കമ്പി, സുതാര്യമായ ഒരു തണ്ട് എന്നുള്ള രീതിയിൽ ഒരു മയിൽപ്പീലി തണ്ട്, ഒരു തോൾക്കച്ച, ഇത്രയുമാണ്. ഈ ഉപകരണത്തിൻ്റെ പ്രയോഗരീതി തുകൽ പൊതിഞ്ഞ പകുതി ചിരട്ടയിൽ നിന്നും കുടുക്ക എന്ന ഭാഗത്തേക്ക് ഒരു ദണ്ടിൻ്റെ സഹായത്താൽ ഒരു കമ്പി വലിച്ചു കെട്ടുകയും തോൾക്കച്ചയുടെ സഹായത്താൽ ഇടത്തെ തോളിൽ ബന്ധിച്ചതിന് ശേഷം ഒരു മയിൽപ്പീലി തണ്ട് അത് കമ്പിയിൽ തട്ടി ശബ്ദമുണ്ടാക്കുകയും കുടുക്കയിലുള്ള ഇടത്തെ കൈയുടെ ചലനം ശബ്ദവിന്യാസം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഏകതന്ത്രി സംഗീത വാദ്യോപകരണങ്ങളിൽ തത്തുല്യ പ്രാധാന്യമുള്ള ഈ ഉപകരണം കച്ചേരി സമ്പ്രദായത്തിൽ പക്കവാദ്യത്തോടെ ഇപ്പോൾ അവതരിപ്പിച്ചു വരുന്നു. ദശരഥന്റെ 4 മക്കളായിരിക്കാം. അല്ലേ? ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. ശ്രീരാമന്റെ ഭാര്യയുടെ പേരെന്താ? ശ്രീരാമന്റെയോ? സീത കല്യാണം കഴിക്കാൻ നേരത്ത് ശ്രീരാമൻ ഒടിച്ച വില്ലിന്റെ പേരെന്താ? സീതയുടെ അച്ഛന്റെ പേരെന്താ? ശ്രീരാമനും സീതയും കൂടി കല്യാണം കഴിഞ്ഞ് വരുമ്പോ എല്ലാവരും കൂടി ഇങ്ങനെ വരുമ്പോ ഒരാളിങ്ങനെ മഴുവൊക്കെ ആയിട്ട് ഒന്നും ഇങ്ങനെ തടഞ്ഞു. അതാരാ? പരശുരാമന്റെ കയ്യിലുള്ള ആയുധം ഏതാ? പിന്നെ ഇവരിങ്ങനെ ചെന്നപ്പോ സുഗ്രീവനെ കണ്ടു. അപ്പൊ സുഗ്രീവൻ ബാലി കയറാണ്ട് പേടിച്ചൊരു മലയുടെ മുകളിൽ പോണ്ട്. ആ മലയുടെ പേരെന്താ? ഉറക്കെ പറഞ്ഞേ. ആ പിന്നെ ശ്രീരാമൻ രാവണൻ സീതയെ കട്ടുകൊണ്ട് പോയ വിമാനത്തിന്റെ പേരെന്താ? രാവണൻ സീതയെ കട്ടുകൊണ്ട് പോയപ്പോ ഒരു പക്ഷി ഒന്ന് ആക്രമിക്കും. ജടായുവിന്റെ ചേട്ടന്റെ പേരെന്താ? സുഗ്രീവന്റെ ചേട്ടന്റെ പേരെന്താ? ശ്രീരാമന്റെ 2 മക്കളായിരിക്കാ? പിന്നെ ഹനുമാൻ കൊന്ന രാവണന്റെ പുത്രനാരാ? രാവണന്റെ 2 അനിയന്മാരായിരിക്കാ? ഒരാൾ എപ്പോഴും പറഞ്ഞു. പിന്നെ രാവണന്റെ 2 മക്കളായിരിക്കാ? രാവണന്റെ 2 മക്കള് അതനിയന്മാരല്ലേ? 2 മക്കള് രാവണന്റെ അക്ഷകുമാരനും പിന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചൊരു ലൈറ്റ് വർക്ക് ചെയ്യുന്നൊരു ഇതാണ്. അതുവഴി നമുക്ക് സെർവറിനെ കുറിച്ചും ഡാറ്റാബേസിനെ കുറിച്ചൊരു ആശയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. നോഡ് MCU എന്നൊരു പ്രോഗ്രാമബിൾ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. ഇത് വെച്ചാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്.
ഇപ്പോൾ ആദ്യം വർക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഓണാക്കി ലൈറ്റ് കത്തി മൊബൈലിൽ സ്റ്റാറ്റസ് എഴുതി വന്നിട്ടുണ്ട്. ഡിവൈസ് ഈസ് വർക്കിംഗ് പ്രോപ്പർലി ആൻഡ് ഓൺ. ഓഫാക്കി. ഓഫായപ്പോഴും മൊബൈലിൽ അതുപോലെ തിരിച്ച് മെസ്സേജ് കിട്ടിയിട്ടുണ്ട് ആ ബൾബിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത്. അതിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം നമുക്ക്. ഇപ്പോൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ബൾബ് ഓഫ് കണ്ടീഷനിലാണ്. ഡിവൈസൊക്കെ വർക്കിംഗ് ആണ്, പ്രോപ്പർലി വർക്കിംഗ് ആണ്, ബൾബ് ഓഫാണ്. ആ കണ്ടീഷൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പവർ ഓഫ് ചെയ്തു, സപ്ലൈ പോയി. പിന്നെ അതിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിൽ കാണിച്ചു ഡിവൈസ് സ്വിച്ച് ഓഫ് എന്ന് കാണിച്ചു. അപ്പോൾ ആ സ്റ്റാറ്റസ് അതിൽ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. ഒരു നൂതന ശാസ്ത്ര വിഭാഗമാണത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ചുരുക്കി പറഞ്ഞാൽ ഒരു സെർവറുണ്ട്. ആ സെർവറുമായിട്ട് ഡാറ്റാബേസിന് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. നോഡ് MCU ഉണ്ട്. നോഡ് MCUവിൽ നിന്ന് ഡ്രൈവർ, റിലേ, ബൾബിനെ കൺട്രോൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളാണ് ഡ്രൈവർ, റിലേ എന്നൊക്കെ പറഞ്ഞത്. ഈ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്ന് ഒരു ഡേറ്റ സെർവറിലേക്ക് കൊടുക്കും. സെർവർ അതിൽ ഡാറ്റാബേസിൽ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യും. ഈ നോഡ് MCU ഡാറ്റാബേസിൽ സെർവർ വഴി ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യും. അതിൻ്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യും. ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പോൾ സെർവറും മൊബൈൽ ആപ്ലിക്കേഷൻ സെർവറും നോഡ് MCU തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇതിൽ ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത്. ഓരോന്നിനെക്കുറിച്ചും വിശദമായിട്ട് നോക്കാം. സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കമ്പ്യൂട്ടർ തന്നെയാണ്. അത് സെർവറായിട്ട് കോൺഫിഗർ ചെയ്യുകയാണ്. അപ്പാഷെ ടു PHP അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സെർവറായിട്ട് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഉബുണ്ടുവിലാണെങ്കിൽ ഒരു വാർ എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്ത് www എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്ത് HTML എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും. അതിലാണ് നമ്മൾ സെർവർ സൈഡ് ആപ്ലിക്കേഷൻസ് ലോഡ് ചെയ്യണത്. ഫോർ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇത് HTMLൻ്റെ അകത്ത് SLD4 ലോക്കൽ ഹോസ്റ്റ് എന്നൊരു ഫോൾഡർ ഉണ്ട്. അതിൻ്റെ അകത്ത് index.php എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ഈ ഫയൽ എങ്ങനെയാണ് ബ്രൗസറിൽ നമുക്ക് ക്ലയൻറ്റിൽ വിളിക്കണമെന്ന് നോക്കാം. ബ്രൗസറിൽ ഈ സിസ്റ്റത്തിൽ തന്നെ ആയതുകൊണ്ട് അഡ്രസ്സ് അടിക്കുക ലോക്കൽ ഹോസ്റ്റ് /SLD4 ലോക്കൽ ഹോസ്റ്റ് എന്നടിച്ചു കഴിഞ്ഞാൽ ആ SLD4 ലോക്കൽ ഹോസ്റ്റ് എന്നുള്ളതിൽ index.php എന്നുള്ള ഫയലിൽ എഴുതിയേക്കണ എന്താണോ അത് ലോഡ് ചെയ്ത് വരും. അതാണ് ഇപ്പോൾ ലോഡ് ചെയ്ത് വന്നേക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ഡേറ്റകളെ ഒരു കൃത്യമായിട്ട് ഒരു അടുക്കും ചുറ്റിയോടും കൂടി കൃത്യമായിട്ടൊരു കോളത്തിൽ എഴുതി വെക്കുന്നതിനാണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. നമുക്ക് ഡേറ്റാബേസ് ഡയറക്റ്റ് കാണാൻ പറ്റില്ല. ഡേറ്റാബേസ് കാണാനായിട്ട് pgadmin എന്ന് പറഞ്ഞൊരു ടൂളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ കയറി ഡേറ്റാബേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഡേറ്റാബേസാണ് ഇപ്പോൾ ഞാൻ തുറന്നേക്കുന്നത്. അതിൽ 3 കോളങ്ങളാണുള്ളത്. സ്റ്റാറ്റസ്, ID, ചെക്ക്, അങ്ങനെ 3 കോളങ്ങളാണുള്ളത്. അപ്പോൾ അതിലെ വാല്യൂ മാറി മാറി അപ്ഡേറ്റ് ചെയ്താണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഫയൽ എന്ന് പറയുന്നത് ഇതിൽ ലൈറ്റ് ഫ്രം വിത്ത് മൊബൈൽ ആപ്പ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. ആ പേജിൽ PHP പേജാണത്. അതിൽ ഒരു ഗെറ്റ് മെത്തേഡാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിൽ 2 വേരിയബിൾസാണുള്ള കണ്ടീഷനും സ്റ്റാറ്റസും കണ്ടീഷനും. ഇതിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ചാണ് ഈ ലൈറ്റ് കത്തണോ കെടണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ കണ്ടീഷൻ 1 ആണെങ്കിൽ ഡാറ്റാബേസിൽ വാല്യൂ സ്റ്റാറ്റസ് എന്നുള്ള വാല്യൂ മാറ്റുക, നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂ എന്താണെന്ന് വെച്ച് ചെയ്യുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് എഴുതിയേക്കുന്നത്. ഇത് നമ്മൾ വിളിക്കാൻ നേരത്ത് ബ്രൗസറിൽ ഈ അഡ്രസ്സ് അടിച്ചു കൊടുക്കുമ്പോൾ ഈ ഫോൾഡറിൻ്റെ പേര് ഇതിൻ്റെ പേര് ഫയലിൻ്റെ പേര്, അത് കഴിഞ്ഞ് ഗെറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക്, പിന്നെ കണ്ടീഷൻ ഈക്വൽ ടു ഇത്ര, പിന്നെ ആൻഡ് സ്റ്റാറ്റസ് ഈക്വൽ ടു ഇത്ര. അപ്പോൾ ആ സ്റ്റാറ്റസും കണ്ടീഷനും ഈ പേജിലേക്ക് പാസ് ചെയ്ത് സെർവറിലേക്ക് പാസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അങ്ങനെ എഴുതുന്നതിനാണ് ഈ ഗെറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ലൈറ്റ് വിത്ത് മൊബൈൽ ആപ്പ് .php ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടീഷൻ ഈക്വൽ ടു 1 ആൻഡ് സ്റ്റാറ്റസ് ഈക്വൽ ടു 0. സ്റ്റാറ്റസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റാബേസിലെ സ്റ്റാറ്റസ് 0 ആക്കാനാണ് ഞാൻ അതിൽ പ്രോഗ്രാം എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിൽ ഡാറ്റാബേസിലെ വാല്യൂ സ്റ്റാറ്റസ് എന്നുള്ള വാല്യൂ 0 ആയി. ആ സ്റ്റാറ്റസ് എന്നുള്ള വാല്യൂ 0 ആയി കഴിഞ്ഞാൽ ആ ബോർഡിൽ എഴുതിയേക്കുന്നത് ആ നോഡ് MCU എന്ന് പറഞ്ഞാൽ ബോർഡിൽ പ്രോഗ്രാം എഴുതാം. അതിൽ എഴുതിയേക്കുന്ന പ്രോഗ്രാം അനുസരിച്ച് അത് ലൈറ്റ് കെടാൻ ആണ് പ്രോഗ്രാം എഴുതിയേക്കുന്നത്. ഒരു പോയിന്റ് ലോ ആവാനാണ് പ്രോഗ്രാം എഴുതിയേക്കുന്നത്. അപ്പോൾ അത് ലോ ആവും. അങ്ങനെ ഡാറ്റാബേസിലേക്കുള്ള വാല്യൂ മാറ്റി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യണത്. ഇവിടെ കണ്ടീഷൻ 2 എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു വിളിക്കാനാണ്. ആ ഡേറ്റാബേസിലുള്ള വാല്യൂസിനെ ഒരു ഇതിൽ തിരിച്ചു വിളിച്ചേക്കാണ്. അതാണ് അവിടെ കാണിക്കുന്നത്. ചെക്കിൽ 1 ആണ്, സ്റ്റാറ്റസിൽ 1 ആണ്. അതാണ് അവിടെ കാണിച്ചേക്കുന്നത്. ഇനി സ്റ്റാറ്റസ് 3 ആണെങ്കിൽ അവിടെ സ്റ്റാറ്റസിലെ കണ്ടീഷൻ 3 എന്ന് പറഞ്ഞാൽ അവിടെ ഡേറ്റാബേസിലെ വാല്യൂ ചെക്ക് എന്നുള്ള വാല്യൂ 0 ആക്കുക എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഡാറ്റാബേസിലെ വാല്യൂ ചെക്ക് എന്നുള്ള വാല്യൂ 0 ആയി.
ഡാറ്റാബേസ് റിഫ്രഷ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്ക് റിഫ്രഷ് ചെയ്യുന്നത്. ഇനി സ്റ്റാറ്റസ് 4 എന്ന് പറഞ്ഞാൽ ആ ഡാറ്റാബേസിലെ ചെക്ക് എന്നുള്ള വാല്യൂ 1 ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചെക്ക് എന്നുള്ള വാല്യൂ 1ഉം 0യും ഒക്കെ മാറ്റിയാക്കുന്നത് ഒരെണ്ണം ബോർഡിൽ നിന്നാണ് ചെയ്യുന്നത്, ഒരെണ്ണം മൊബൈൽ ആപ്പിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ബോർഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടോ എന്നറിയാനായിട്ട് ഈ പേജിൽ വിളിച്ചാൽ ചെക്ക് എന്നുള്ള വാല്യൂ 0 ആക്കുന്നത് ബോർഡ് ഓൺ ആണെങ്കിൽ മാത്രമേ 0 ആവുള്ളൂ. ആ ബോർഡ് ഓൺ ആണെങ്കിൽ ബോർഡിൽ നിന്ന് തിരിച്ചു വരുന്ന പ്രോഗ്രാമാണ് ഈ ചെക്ക് 0 എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണിത് അച്ചീവ് ചെയ്തിരിക്കുന്നത്. അഡ്രിനോ IDE ഉപയോഗിച്ചാണ് NodeMCUവിൻ്റെ അകത്ത് പ്രോഗ്രാം എഴുതിയേക്കണത്. ആ പ്രോഗ്രാമാണിത്. ഇതിൽ സ്റ്റാറ്റസ് 1 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, 0 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇതിൽ ആക്ട് ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൽ NodeMCUവിൽ വർക്ക് ചെയ്യണത്. മൊബൈൽ ആപ്ലിക്കേഷൻ ആപ്പ് ഇൻവെൻറ്റർ എന്ന് പറഞ്ഞൊരു സാധനത്തിലാണ് ചെയ്തേക്കുന്നത്. അതിലിതുപോലെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ഈ NodeMCU എന്നുള്ള ബോർഡ് വഴിയും ഈ പേജുകളെ മാറി മാറി വിളിച്ച് അപ്പോൾ ഈ സ്റ്റാറ്റസും കണ്ടീഷനും മാറ്റി മാറ്റി കൊടുത്താണ് ഈ പ്രോഗ്രാം ഇങ്ങനെ വർക്ക് ചെയ്യണത്. അതാണ്. അപ്പോൾ ബോർഡ് മൊബൈൽ ആപ്ലിക്കേഷനും സെർവറും ഈ ഈ ബോർഡും പ്രോഗ്രാം ഇലക്ട്രോണിക്സിൻ്റെ ഒരു വികാസമാണിത്. ഈ ബോർഡിൽ പ്രോഗ്രാം ചെയ്യാം. ഈ ബോർഡും മാറി മാറി കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് ഈ ഒരു സാധനം അച്ചീവ് ചെയ്തിരിക്കുന്നത്. നമസ്കാരം. ഞാൻ പറവൂർ പെരുവാരം സത്യൻ വാര്യർ. ഞാൻ 30 വർഷം മുമ്പ് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തൊഴുവാൻ പോയ അവസരത്തിൽ അവിടുത്തെ മൈതാനിയിൽ നിന്നും കൊണ്ടുവന്ന് നട്ട 2 നാഗലിംഗമരത്തിൻ്റെ തൈകളിൽ ഒന്ന് ചെറുവല്യാകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വളരെ മനോഹരമായും മറ്റൊന്ന് പറവൂർ കോട്ടക്കയം ക്ഷേത്രത്തിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന KSRTC സ്റ്റാൻഡിൽ വരുന്നവർക്ക് തണലേകിയും പരിലസിക്കുന്നു. കൂടാതെ 25 വർഷം മുമ്പ് കണ്ണംകുളങ്ങര ക്ഷേത്രത്തിൽ ജോലിയിലിരിക്കുമ്പോൾ പറവൂർ മാർക്കറ്റിനടുത്തുള്ള ഒരു വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് ചെറുവല്യാകുളങ്ങര ക്ഷേത്രത്തിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ള മനോഹരമായി നിൽക്കുന്ന ഒരു അപൂർവ വൃക്ഷമാണ് ചുവന്ന കള്ളിപ്പാല.
പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ ദൃഷ്ടിസ്ഥായിത. എന്നാൽ if a person is seeing an object, it remains in the eye of retina 1/16 seconds after seeing it. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധനത്തിനെ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മാറ്റി വെക്കുന്നതിന് ശേഷവും 1/16 സെക്കൻഡ് നമ്മുടെ ദൃഷ്ടിയിൽ തന്നെ അത് നിൽക്കും. അതാണ് ദൃഷ്ടിസ്ഥായിത. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ 2 പടമാണ് ഉള്ളത്. അത് വേഗത്തിൽ മാറ്റുമ്പോൾ നമുക്കത് അനങ്ങണമായിട്ട് തോന്നുന്നു. അത് തന്നെയാണ് ദൃഷ്ടിസ്ഥായിത ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ തോന്നാൻ കാരണം ഒന്നാമത്തെ പടം നമ്മുടെ ദൃഷ്ടിയിൽ പോകുന്നതിന് മുൻപ് തന്നെ രണ്ടാമത്തെ പടം നമ്മുടെ ദൃഷ്ടിയിൽ വരും. അതാണ് നമുക്കത് നീങ്ങുന്നത് പോലെ തോന്നുന്നത്. ഇതിൻ്റെ മറ്റൊരു ഉദാഹരണം, ഇതൊരു സ്പിന്നറാണ്. അതിൻ്റെ താഴത്തെ ഒരു ലൈറ്റ് ഉണ്ട്. അത് നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. ഇവിടെ ലൈറ്റ് ഉള്ളത് ഒരു ലൈനിൽ മാത്രമാണ്. അത് കറക്കുമ്പോൾ അതിൻ്റെ ബ്ലിങ്കിങ് സ്പീഡും പെർസിസ്റ്റൻസ് ഓഫ് വിഷനും കൊണ്ടാണ് നമുക്കത് അക്ഷരങ്ങളായിട്ട് തോന്നുന്നത്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ലാമ്പ് ഷെയ്ഡാണ്. ലാമ്പ് ഷെയ്ഡുകൾ കൊണ്ട് സാധാരണ 2 തരത്തിലുള്ള ഉപയോഗങ്ങളാണ് ഉണ്ടാവുക. ചിലവർ അത് അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കും, ചിലവർ ഒരു ആംബിയൻസ് ലൈറ്റ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ ഒരു കൺവെൻഷണൽ ടൈപ്പ് ലാമ്പ് ഷെയ്ഡല്ല. ഇത് ക്യാപ്സിക്കത്തിൻ്റെ അബ്സ്ട്രാക്ഷൻ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടാണ് ഈ ലാമ്പ് ഷെയ്ഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്സിക്കമായിട്ടുള്ള സാമ്യം കാണാൻ പറ്റും ഇതിൽ. ഇപ്പോൾ ഈ ലാമ്പ് ഷെയ്ഡ് കൊണ്ട് ചുമരിലുണ്ടാവുന്ന പാറ്റേണും അതുപോലെ തന്നെ നിറം മാറുന്നതെല്ലാം നമുക്ക് ഈ ഫോട്ടോയിലൂടെയും വീഡിയോയിലും കാണാൻ കഴിഞ്ഞു.
നമസ്കാരം, ഞാൻ ചന്ദ്രവാര്യർ, പെങ്കുളങ്ങര വാര്യം മനിക്കപ്പടി. കഴിഞ്ഞ 5 വർഷത്തോളമായി എടയാർ വ്യവസായ മേഖലയിൽ പ്രസ്റ്റീജ് ലാമിനേറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം നടത്തി വരുന്നു. ഇവിടെ ഫർണിച്ചർ നിർമ്മാണത്തിനും ഇൻറ്റീരിയർ ഡെക്കറേഷൻ, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺസ്, ഇതിൻ്റെ കബോർഡുകൾ എന്നിവയ്ക്ക് ആവശ്യമായ പ്രീലാം MDF ബോർഡ് ഇൻറ്റീരിയർ ഗ്രേഡും എക്സ്റ്റീരിയർ ഗ്രേഡും ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ നിർമ്മിക്കുന്നു. അതായത് HMR, HDF, MDF, പാർട്ടിക്കിൾ ബോർഡ്, ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. കൂടാതെ ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ PVC ബോർഡ്സും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ റോ മെറ്റീരിയൽസ് എല്ലാം വിയറ്റ്നാം, ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇതൊരു മാനുഫാക്ചറിങ് യൂണിറ്റാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് തേക്ക്, ഈട്ടി, മഹാഗണി, വെങ്ക, ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള വുഡൻ ഷെയ്ഡ്സുകളിലും ഈ ബോർഡ്സ് നമുക്ക് ലഭ്യമാണ്. വൈദ്യുതിയെ അടുത്തറിയുമ്പോൾ വൈദ്യുതിയെ മറ്റുള്ള രൂപങ്ങളെ അപേക്ഷിച്ച് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ വളരെ എളുപ്പമാണ്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും വളരെ എളുപ്പമാണ്. അതാണ് വൈദ്യുതിക്ക് ഇത്രയധികം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ഇനി എന്താണ് ഷോക്ക്? നമ്മുടെ ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അനുഭവപ്പെടുന്ന അവസ്ഥയ്ക്കാണ് ഷോക്ക് എന്ന് പറയുന്നത്. ഫേസ് ന്യൂട്രൺ ശരീരം വഴി ബന്ധപ്പെട്ടാലും ഫേസും എർത്തുമായാലും നമുക്ക് ഷോക്ക് അനുഭവപ്പെടും. കറണ്ടിൻ്റെ അളവ് വോൾട്ടേജും ചാലകത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രതിരോധത്തെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് ഇതാണ് നനഞ്ഞ കഴിയുമ്പോൾ പ്രതിരോധം കുറയും, നനഞ്ഞു കഴിയുമ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധം കുറയും. അതുകൊണ്ടാണ് നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ഒന്നും ഓപ്പറേറ്റ് ചെയ്തെന്ന് പറയണത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വൈദ്യുതത്തിന് എങ്ങനെ നോക്കാം. ആദ്യം മീറ്ററിൽ വന്നിട്ട് മീറ്ററിൽ നിന്ന് ഫ്യൂസ് വഴിയാണ് അകത്തേക്ക് വരണത്. അകത്ത് ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഉണ്ട്. ഈ കാണുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്. ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മെയിൻ സ്വിച്ചും ELCBയും MCBകൾ അടങ്ങുന്നതാണ്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് ELCB. എന്താണെന്ന് വിശദമായിട്ട് പറയാം. ഇത് ഐസൊലേറ്റർ എന്ന് പറയും. മെയിൻ സ്വിച്ചിൻ്റെ ഉപയോഗത്തിലുള്ളതാണ് ഐസൊലേറ്റർ.
പിന്നുള്ളത് MCBകളാണ്. പിന്നെല്ലാം MCBകളാണ്. സപ്ലൈ ഇതിലേക്ക് പോകാൻ വേണ്ടി മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, അതാണ് MCB എന്ന് പറയുന്നത്. ഇതുവഴിയാണ് സപ്ലൈ അകത്തേക്ക് പോകുന്നത്. ഇതിൽ ആദ്യം കണ്ട ELCBയെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് പറയാനുണ്ട്. ഇതിൽ കണ്ട ELCBയും ഫ്യൂസും സുരക്ഷാ ഉപകരണങ്ങളാണ്. ഇതിൽ ഫ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്യൂസ്? ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ വീട്ടിലെ വയറിങ്ങിൽ എവിടെയെങ്കിലും ഒരു അമിത വൈദ്യുത പ്രവാഹം ഉണ്ടായാലേ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് വർദ്ധിക്കും. അത് കത്ത് നശിക്കുവാൻ സാധ്യതയുണ്ട്. ഉപകരണമോ അല്ലെങ്കിൽ വീട് തന്നെയോ കത്ത് നശിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഫ്യൂസിൻ്റെ അകത്ത് ഒരു ഫ്യൂസ് വയർ ഉണ്ടാവും, ചെറിയൊരു ഫ്യൂസ് വയർ ഉണ്ടാവും. ഇത് ഒരു പ്രത്യേക കറണ്ടിൽ കൂടുതൽ വന്നാൽ ഉണ്ടാകുന്ന താപനിലയിൽ ഉരുകിപ്പോകുന്ന വയറാണ്, ലോഹചാലകമായിരിക്കും ഫ്യൂസ് വയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫ്യൂസ് വയർ ഉരുകിപ്പോവും, വൈദ്യുത പ്രവാഹം നിൽക്കും. അപ്പോൾ ഇത് ബാക്കിയുള്ള ഉപകരണങ്ങളെ അതിൽ നിന്ന് സംരക്ഷിക്കും. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ MCB എന്ന് പറയുന്ന ഉപകരണം, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇതേ ഉപയോഗം തന്നെയാണ്. ഇത് അമിത വൈദ്യുത പ്രവാഹം ഉണ്ടായി കഴിഞ്ഞാൽ ട്രിപ്പായി പോകും, ഓഫായി പോകും. അപ്പോൾ നമുക്ക് തിരിച്ച് ഫ്യൂസ് കിട്ടുമൊന്നും വേണ്ട, ഇത് വീണ്ടും ചാർജ് ചെയ്താൽ മതി. അതാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് MCB എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എർത്തിങ് എന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉപകരണങ്ങളുടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ലോഹ കവറുകൾ ഭൂമിയായിട്ട് എർത്തുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഇതിനെയാണ് എർത്തിങ് എന്ന് പറയുന്നത്. ഇത് സാധിക്കാനായിട്ട് നമ്മൾ ചെയ്യണത് ഒരു പ്രത്യേക അളവിലുള്ള ലോഹക്കുഴൽ ഏതെങ്കിലും അത് ഒരു കുഴി എടുത്തിട്ട് ആ കുഴിയിൽ വെച്ച് പ്രത്യേക അളവിൽ ഉപ്പും കരിയൊക്കെ ഇട്ടതും അത് ഉറപ്പിക്കും. എന്നിട്ട് അതിൽ നിന്നൊരു ചെമ്പ് കമ്പി ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് വഴി പ്ലഗുകളിലേക്ക് എത്തിക്കും. ഇങ്ങനെയാണ് എർത്തിങ് സാധ്യമാക്കുന്നത്. പ്ലഗിലെ എർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ കാണുന്ന വലിയ പോയിൻ്റാണ് എർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇത് വലുതാക്കിയേക്കണതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു പിന്ന് പ്ലഗിലേക്ക് കുത്തുകയാണെങ്കിൽ ആദ്യം കയറണത് ആ മുകളിലത്തെ എർത്ത് പിന്നായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ലോഹ കവറുകൾ ഫേസോ ആയിട്ട് ടച്ചായി കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എർത്തായിട്ടാണ് കണക്ട് ചെയ്യണത്. അതുകൊണ്ട് നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത വളരെ കുറയും. അതിന് എർത്തിങ്ങിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒന്നും കൂടി പറയുകയാണെങ്കിൽ, ഉപകരണത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ട് ആ ഉപകരണത്തിൻ്റെ ലോഹ ഉപരിതലത്തിന് ഫേസ് ടെർമിനലുമായിട്ട് സമ്പർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ സ്പർശിക്കുന്നയാൾക്ക് ഷോക്ക് ഏൽക്കാതിരിക്കാൻ അത് എർത്തുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ഷോക്ക് വളരെ കുറവായിരിക്കും. ELCB ഉണ്ടെങ്കിൽ എന്നുള്ള ELCB ഉണ്ടാവണം, എന്തായാലും അത് ട്രിപ്പായി പോവുകയും ചെയ്യും. വൈദ്യുതി സുരക്ഷയെക്കുറിച്ച് അല്പം കാര്യങ്ങളാണ്. വൈദ്യുതി ബില്ല് കൂടി വരാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കാരണങ്ങൾ ഒന്ന് ഉപയോഗം കൂടുതലായിരിക്കാം, അത് നമ്മൾ അറിയാണ്ട് വന്നതായിരിക്കാം. പിന്നെ മീറ്ററിൻ്റെ തകരാറായിരിക്കാം. മീറ്ററിൻ്റെ തകരാറാണെങ്കിൽ അത് KSEBിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ മീറ്റർ അവർ വന്ന് ചെക്ക് ചെയ്യും. മീറ്റർ വന്ന് ചെക്ക് ചെയ്ത് മീറ്റർ മാറ്റും, മീറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആണെങ്കിൽ. ഇനി പിന്നെ ഉപകരണങ്ങളുടെ തകരാറായിരിക്കാം. ഉപകരണങ്ങളുടെ കാലപ്പഴക്കം കൊണ്ട് അങ്ങനെ സംഭവിക്കും. ഈ ഫാനൊക്കെ കറകറാന്നുള്ള സൗണ്ട് കേൾക്കുന്നത് ശരിക്കും എനർജി നഷ്ടം ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ അറിയാതെ എർത്തായി പോണ പല കേസുകളുണ്ട്. എർത്ത് ലീക്കേജ് വന്ന പ്രശ്നങ്ങളുണ്ട്. അതായത് ഒരു പ്ലഗിൻ്റെ ഉള്ളിൽ ഒരു സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ ഒരു പല്ല് കയറിയിരുന്നാൽ ഈ പ്രശ്നം വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടും സംഭവിക്കാം. ഇതൊക്കെ ഒരു നല്ലൊരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ചെക്ക് ചെയ്യിച്ചാൽ കണ്ടുപിടിക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ELCB, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, നിർബന്ധമായിട്ടും അത് വീട്ടിലുണ്ടായിരിക്കേണ്ട ഒരു ഉപകരണം തന്നെയാണ്. കാരണം ഏതെങ്കിലും കാരണവശാൽ വയറിങ്ങിൽ നിന്നും എർത്തിലേക്ക്, അതായത് ഇപ്പോൾ ഭൂമിയിലേക്ക് ഒരു വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന ഒരു അവസ്ഥ വന്നാൽ, അതായത് ഷോക്ക് അടിക്കുകയോ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഉപകരണം ELCB ട്രിപ്പാവും. അതുകൊണ്ട് അപ്പോൾ വൈദ്യുതി പ്രവാഹം നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു കുട്ടി ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും അബദ്ധവശാൽ പ്ലഗിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഷോക്ക് ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ELCB ട്രിപ്പാവും, വൈദ്യുതി പ്രവാഹം നിൽക്കും. അപ്പോൾ ELCBക്ക് പകരം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒന്നാണ് RCCB എന്ന് പറയുന്നത്, റെസിഡുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. ഇതിലും എർത്ത് ലീക്കേജ് മാത്രമല്ല, എങ്ങനെ ലീക്ക് ഉണ്ടായാലും ട്രിപ്പ് ആയിക്കോളും. ELCBയുടെ ഒരു വർക്കിംഗ് ഡെമോൺസ്ട്രേഷൻ കാണിക്കാനുള്ളൊരു ഇതാണിത്. ഒരു സാധനമാണ്, ഒരു അറേഞ്ച്മെൻറ്റാണിത്. ഇതിൽ ELCB ഉണ്ട്, അതിലൊരു ഐസൊലേറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു അയൺ ബോക്സ് ഇരിപ്പുണ്ട്. ആ അയൺ ബോക്സ് കംപ്ലൈൻ്റ് ആണ്. അതിൽ
അയൺ ബോക്സിൽ എർത്ത് ലീക്കേജ് വന്നിട്ടുണ്ട്, ആ പ്ലഗിലെ എർത്ത് പ്രോപ്പർ അല്ല. അപ്പോൾ ആ കുട്ടി അതറിയാണ്ട് ചെന്ന് അയൺ ബോക്സിൽ തൊട്ടു. അപ്പോൾ ELCBയുടെ ട്രിപ്പായി, സപ്ലൈ പോയി. ആ കുട്ടിക്ക് ELCB അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഷോക്ക് അടിച്ചു തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് മാറ്റി ELCB ചാർജ് ചെയ്തു. ഇതാണ് ELCB. ഇപ്പോൾ ഒരു കുട്ടി ഒരു പ്ലഗിൻ്റെ ഉള്ളിൽ കൈ വല്ലതും ചെയ്താൽ ആ കുട്ടിക്ക് ഷോക്ക് അടിക്കുന്നതിന് മുമ്പ് ELCB ട്രിപ്പ് ആയിക്കോളും. അതാണ് ELCBയുടെ ഒരു ഗുണം. അതുകൊണ്ട് വീട്ടിലൊക്കെ നിർബന്ധമായിട്ടും ഘടിപ്പിക്കേണ്ട ഒരു സംഭവമാണ് ELCB എന്ന് പറയുന്നത്.